ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 15 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് 16 ഓഗസ്റ്റിന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ള ഡെമോ വീഡിയോ കാണിക്കാം. ഓക്കെ, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സിനായിട്ടും ചാനലും കൂടെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് 3 അലോട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു 3 അലോട്ട്മെൻറ്റ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനാണ് നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ്സ് വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് ഓപ്ഷൻസ് ആ ഒരു ടൈമിൽ കൊടുക്കുകയാണ് വേണ്ടത്. ഓരോ വർഷവും സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ കുറേ അധികം സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ഓരോ സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സിലേക്കും നിങ്ങൾ പ്രത്യേകമായിട്ട് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോളേജ് ലിസ്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിസ്റ്റ് ആദ്യം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും ഈ ഒരു ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് നിങ്ങൾ ആ ഒരു കോളേജ് ലിസ്റ്റ് നോക്കിയിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ആ ഒരു മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജ് വേണം നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ഏതാണോ കോളേജ് താല്പര്യം അത് സെക്കൻഡ് ഓപ്ഷനായിട്ട് കൊടുക്കുക. കോളേജ് മാത്രമല്ല, കോഴ്സും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം നിങ്ങൾ ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന ടൈമിൽ ഗവൺമെൻറ് കോളേജുകൾ തന്നെ നിങ്ങൾ ആദ്യ ഓപ്ഷനുകളായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ കൊടുക്കുക. കാരണം നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ഓപ്ഷൻ, അതായത് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോളേജാണോ ലഭിക്കുന്നത് ആ ഒരു കോളേജിന് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷന് തൊട്ട് താഴോട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയിപ്പോകും. ഇപ്പോൾ നിങ്ങൾ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5th ഓപ്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ 6th ഓപ്ഷൻ മുതൽ താഴോട്ട് നിങ്ങൾ എത്ര ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടോ അത്രയും ഓപ്ഷൻസ് ക്യാൻസലായി പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ വേണം നിങ്ങൾ ആദ്യം കൊടുക്കാൻ. അതിനുശേഷം അയ്യോ ഞാൻ ആ ഒരു കോളേജ് അല്ലായിരുന്നു ആഗ്രഹിച്ചത്, 10ാമത് കിടക്കുന്ന കോളേജായിരുന്നു എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ 11ാമത് കിടക്കുന്ന കോളേജായിരുന്നു എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന ഓർഡർ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു 3 അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്കൊരു എഡിറ്റ് ഓപ്ഷൻ വരും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് കോളേജുകൾ ആഡ് ചെയ്യാനോ വേണ്ടാത്ത കോളേജുകൾ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും സാധിക്കില്ല. നിങ്ങൾക്ക് പറ്റുന്നത്, അതായത് പുതിയതായിട്ട് നിങ്ങൾക്ക് കോളേജ് കോഴ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടാത്ത കോളേജുകൾ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ റീഅറേഞ്ച്മെൻറ്റും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പുതിയ കോളേജ് ലിസ്റ്റ് നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റിൽ വരികയാണെങ്കിൽ, അതായത് പുതിയ കോളേജുകൾ വരികയാണെങ്കിൽ ആ പുതിയതായിട്ട് വരുന്ന കോളേജുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഗവൺമെൻറ് കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് ഫീസ് കുറവാണ്. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജുകൾ നിങ്ങൾക്ക് വലിയൊരു തുക തന്നെ ഓരോ വർഷവും ഫീസായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് അടുത്തോളം നിങ്ങൾക്ക് ഫീസ് വരുന്നുണ്ട്. ആ ഒരു ഫീസ് സ്ട്രക്ചറൊക്കെ നിങ്ങളുടെ ആ ഒരു കോളേജ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ടോക്കൺ ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത് ഗവൺമെൻറ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ 1000 രൂപ വരെ നിങ്ങൾ ടോക്കൺ ഫീ അടച്ചാൽ മതി. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾ 25,000 രൂപയോളം ടോക്കൺ ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ബാക്കി തുക നിങ്ങൾക്ക് കോളേജ് അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് ആ ഒരു കോളേജിൽ നിങ്ങൾ അടച്ചാൽ മതിയാകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടോക്കൺ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള 2-3 അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ കൺസിഡർ ചെയ്യുകയുമില്ല. പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓർ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു തുകയൊക്കെ കരുതി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഗവൺമെൻറ് കോളേജുകളൊക്കെ നിങ്ങൾ ആദ്യ ഓപ്ഷനുകളായിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. 10 മണി മുതൽ 5 മണി വരെ ആ ഒരു ഹെൽപ്പ് ലൈൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഇത്രയും ഡീറ്റെയിൽസുകളാണ് നമ്മുടെ ആ ഒരു പ്രസ് റിലീസിൽ വന്നിട്ടുള്ളത്. നിങ്ങളും ഇത് വായിച്ചു നോക്കുക. ഓക്കെ.
ഇനി എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു 3 വരെയുള്ള മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് പേജിൽ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെയായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ഓപ്ഷൻസ് എന്നുള്ളത് കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മൊബൈലിൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. നമുക്ക് ആ ഒരു പേജ് മുഴുവനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ആ ഒരു 3 വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ വരെ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു റിമൂവ് ടാബ് വരുന്നില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് വേണമെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് എന്തെങ്കിലും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഒരു പേജായിട്ട് നിങ്ങൾക്ക് അന്നേരം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലറ്റോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്താൽ ഈ ഒരു പേജ് മുഴുവനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മൊബൈൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആ ഒരു സൈറ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇത്രയും കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. റിമൂവ് ചെയ്യാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ടാബ്ലറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ആ ഒരു പേജ് മുഴുവനായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാം. 15-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ 15-ാം തീയതി വരെ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് കോളേജ് ഏത് കോഴ്സാണോ ആദ്യം താല്പര്യം ആ ഒരു കോഴ്സ് വേണം നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്. നഴ്സിംഗ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 1ാമത്തെ ഓപ്ഷൻ ഞാൻ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി 2ാമത്തെ ഓപ്ഷനായിട്ട് ഞാൻ കൊടുക്കുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോടാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകൾ തന്നെ ആദ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നഴ്സിംഗ് അല്ലെങ്കിൽ നിങ്ങൾ നഴ്സിംഗ് അല്ല മറ്റേതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകളാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു കോഴ്സിൽ ഗവൺമെൻറ് കോളേജുകളൊക്കെ നിങ്ങൾ ആദ്യം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഓപ്ഷൻസ് എന്നുള്ള കോളത്തിൽ നമുക്ക് 1, 2, 3 എന്നുള്ള ഓപ്ഷൻസ് ഇട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഇനി അതല്ല നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കോളേജിന് നേരെ ആ ഓപ്ഷന് നേരെ റിമൂവ് എന്നുള്ള ബട്ടൺ ഉണ്ട്. നിങ്ങൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അങ്ങ് റിമൂവ് ആയി പൊക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഇങ്ങനെ എത്ര ഓപ്ഷൻസ് ആണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാം. ഇത്രയും ഓപ്ഷൻസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെ സേവ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. നിങ്ങൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്ത അത്രയും ഓപ്ഷൻസ് അവിടെ സേവ് ആകും. താഴെ സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തത്. അതപ്പോൾ ആ ഒരു 4 ഓപ്ഷൻ ഞാൻ കൊടുത്ത ഓർഡറിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാറ്റണം, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു 3ാമത്തെ ഓപ്ഷന് നേരെയുള്ള റിമൂവ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അങ്ങ് മാറും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു കോളേജ് ലിസ്റ്റ്, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളുടെയും അല്ലെങ്കിൽ ആ ഒരു കോളേജുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ താഴെയായിട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ അവിടെ ഡൗൺലോഡായി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്